ഹായ് ആൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ വരികയാണ്. ഈ ഏതാനും ദിവസത്തിനുള്ളിൽ അത് വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഒന്നും കാത്തിരിക്കേണ്ട, നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതിന്റെ അലാറം അടിക്കുന്ന സമയമാണ്. അതായത് ഇനിയുള്ള ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു എംപ്ലോയ്മെന്റിലേക്കുള്ള നമ്മുടെ ദൂരം കുറഞ്ഞു വരികയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ കരിയർ ക്രാക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പം അതിനുള്ളൊരു ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് പഠിക്കണം, ഏത് പഠിക്കണം എന്നൊക്കെയുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു കൺസേൺ ആണ്. ആ ഒരു കൺസേണിന്റെ ഒരു പരിഹാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കുകയാണ്. എന്തൊക്കെയാണ് RRB NTPC CBT1 CBT2 ഈ ഒരു ഘട്ടങ്ങളിൽ വരുന്നത്, അതിൽ ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ പഠിക്കണം, ഇതിലൊക്കെ ഏറെക്കുറെ എത്ര ക്വസ്റ്റ്യൻ വരും, അതായത് ഇതുവരെ നടന്ന പരീക്ഷകളിൽ പാറ്റേണുകൾ അനുസരിച്ച് എങ്ങനെയൊക്കെ വന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനെപ്പറ്റി ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായതുകൊണ്ട് തുടക്കത്തിൽ നിന്ന് ഈ ഒരു അഡ്വൈസ് തന്ന് നിങ്ങളെ നയിക്കേണ്ടത് ഞങ്ങളെപ്പോലുള്ളവരുടെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് എത്ര പരീക്ഷകളുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എല്ലാവർക്കും CBT1ഉം CBT2ഉം എഴുതേണ്ടി വരും. ചില വിഭാഗങ്ങൾ, അതായത് ചില ട്രേഡുകൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്നവർക്ക് മാത്രം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും അല്ലാത്തവർക്ക് ടൈപ്പിംഗ് സ്പീഡും അസസ് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും, CBT1ഉം CBT2ഉം എഴുതേണ്ടി വരും. അപ്പോൾ CBT1 എന്തൊക്കെയാണ് ഇതിന്റെ കണ്ടന്റുകൾ അത് ആദ്യം നോക്കാം. CBT1 പ്രധാനമായിട്ടും മാത്തമാറ്റിക്സ് ഉണ്ട്. അത് 30 മാർക്കിന് ക്യാരി ഓവർ ചെയ്യും. മാർക്ക് 30 മാർക്കാണ്, മനസ്സിലായല്ലോ. ഇനിയും CBT2 ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്കിൻ്റെ ഉണ്ട്. അവിടെയും അത് എന്ത് ചെയ്യുന്നു, അത് 30 മാർക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. പിന്നീടുള്ളത് 40 മാർക്കാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് 100 മാർക്കാണ് വരുന്നത്. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. സാധാരണ ഇതിൽ ചില പരീക്ഷകൾക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടാവും. ഇവിടെ സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. മുഴുവൻ 100 മാർക്കിനാണ്. 100 മാർക്കിന് 100 ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ടോട്ടൽ കട്ട് ഓഫ് ആണ്. അതായത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സെക്ഷന് സഫീഷ്യന്റ് മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. ബാങ്ക് എക്സാമുകൾക്ക് പൊതുവെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ അതില്ല, ടോട്ടൽ മാർക്കാണ്. അടുത്തത് CBT2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ആണ്. ഇതിൽ മാത്തമാറ്റിക്സിന് 35 മാർക്കാണ്. അടുത്തത് ജനറൽ ഇന്റലിജൻസിന് 35 മാർക്കാണ്. നിലവിൽ നമ്മൾ കണ്ടിരിക്കുന്ന മാർക്കുകളൊക്കെ കൂടി 5 മാർക്ക് വീതം കൂടുന്നതാണ് CBT2വിന്റെ അവസ്ഥ. ഇനിയും ജനറൽ അവയർനെസിന്റെ മാർക്കും 10 മാർക്ക് കൂടി 80 മാർക്കിൻ്റെതായിട്ട് മാറി. അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഇതിൽ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ മൊത്തം CBT2 120 മാർക്കിലേക്ക് സ്കോർ എത്തുന്നു. അതിനും 90 മിനിറ്റ് ആണ്. രണ്ട് എക്സാമിനും 90 മിനിറ്റ് ആണ്. CBT2വിന്റെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറഞ്ഞാൽ ടൈമാണ്. അതായത് 90 മിനിറ്റായിട്ട് സമയം കുറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൈമാണ്. അതായത് മാക്സിമം സ്പീഡിൽ മാക്സിമം റീസണിങ്ങും ചെയ്ത് ശീലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ത്രൂ ഔട്ട് എല്ലാ ക്വസ്റ്റ്യനും നമുക്കത് കാണാൻ പോലും പറ്റുകയുള്ളൂ എന്നുള്ളത് ഇവിടുത്തെ ഒരു കടമ്പയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴേ ട്രൈ ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ സമയം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്ത് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു 30 സെക്കൻഡ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തേണ്ടതാണ്. അടുത്തത് സിലബസ് ആണ്. ഈ പരീക്ഷയ്ക്ക് വരുന്ന ഡീറ്റെയിൽ സിലബസ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും മാത്തമാറ്റിക്സ് ആണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് വരുന്ന 30 മാർക്കിൽ. ഈ 30 മാർക്കിൽ ഓരോരോ കണ്ടന്റിൽ നിന്നും ഏറെക്കുറെ എത്ര ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. അതിൽ പൊതുവെ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ള 2 ചോദ്യമാണ്. അതൊരു മോഡറേറ്റ് ലെവലായിരിക്കും. അത്ര എളുപ്പമായിരിക്കത്തില്ല, ഒരു മോഡറേറ്റ് ലെവലുള്ള ചോദ്യമായിരിക്കും. ഇനി മെൻസ്റ്റുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ഈസി ആയിരിക്കും. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷണൽ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് 3 എണ്ണം വരും. ഇനി ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് അത് 2 ചോദ്യമായിരിക്കും. ഈസി ഓർ മോഡറേറ്റ് ആയിരിക്കും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് 3 ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ഈസി ആയിരിക്കും വരുന്നത്. ജിയോമെട്രിയിൽ നിന്ന് 2 ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഈസി അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലായിരിക്കും. ഇനി അതിനുശേഷം നമ്പർ സിസ്റ്റമാണ്. നമ്പർ സിസ്റ്റമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. 4 ചോദ്യങ്ങൾ വരെ വരാം. അത് ഈസി ഓർ മോഡറേറ്റ് ലെവലായിരിക്കും. ഇനി സിംപ്ലിഫിക്കേഷനിൽ പിന്നീട് 3 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും പൊതുവെ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ പൊതുവെ കണ്ടുവരുന്ന പാറ്റേൺ ആണ്. ഇനി അടുത്തത് ടൈം ആൻഡ് വർക്കിൽ നിന്ന് 2 ചോദ്യമാണ്. അതും ഈസി മോഡറേറ്റ് ലെവലിലായിരിക്കും വരുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 1 ചോദ്യം. ദെൻ ടൈം ആൻഡ് സ്പീഡിൽ നിന്ന് 2 ചോദ്യം. ആവറേജിൽ നിന്ന് 1 ചോദ്യം. ദെൻ ടാബുലറിൽ നിന്ന് 3 ചോദ്യം. അങ്ങനെ മൊത്തം 30 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത്. ഈ 30 ചോദ്യങ്ങൾ ഏതാണ്ട് ഒരു ഈസി മോഡറേറ്റ് ലെവലിലാണ് ചോദിക്കുന്നത്. ഇനി വേറെ വലിയൊരു അഡ്വാൻറ്റേജ് മനസ്സിലാക്കേണ്ട, ഈ ചോദ്യങ്ങളൊക്കെ വളരെ കടുപ്പമുള്ള അല്ലെങ്കിൽ കട്ടിയുള്ളതായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, നിങ്ങളുടെ സ്കെയിലിംഗ്, അതായത് നിങ്ങളുടെ സ്കെയിലിംഗ് വന്നിട്ട് നിങ്ങളുടെ മാർക്ക് ഉയരാനുള്ള സാധ്യതയും ഉണ്ട്. അതായത് കിട്ടുന്ന മാർക്കിനേക്കാളും കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. ഈസി ആണെങ്കിൽ അതിന് നേർവിപരീതം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഓർക്കണം. ഇനി അടുത്ത നമ്മൾ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിലേക്ക് പോവുകയാണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിലേക്ക് പോകുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കോഡിംഗ് ആണ് ഇതിനകത്ത് ആദ്യത്തെ ടോപ്പിക്ക്. കോഡിങ്ങിൽ നിന്ന് 4 ചോദ്യങ്ങളാണ് വരുന്നത്. ഈസി ആയിരിക്കാനാണ് സാധ്യത. അതിനുശേഷം
സെന്റൻസ് അറേഞ്ച്മെന്റ് അത് 1 മാർക്കിന്റെ, വെൻ ഡയഗ്രം 3 മാർക്കിന്റെ, പസൽ ലീനിയർ അത് 3 മാർക്കിന്റെ. ഇതൊക്കെ ഈസി ആൻഡ് മോഡറേറ്റ് ലെവലിൽ തന്നെ വരുന്ന ചോദ്യങ്ങളാണ്. ഇനി അടുത്തത് ബ്ലഡ് റിലേഷൻ ആണ്. അതിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 4 മാർക്കിന്റെ ബ്ലഡ് റിലേഷൻ ചോദ്യങ്ങളാണ് വരുന്നത്. അത് മോഡറേറ്റ് ലെവലിലോ ഈസി ലെവലിലോ വന്നേക്കാം. ഇനി സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസർഷൻ അത് 2 എണ്ണമാണ് വരുന്ന സാധ്യത. ദെൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ അത് 2 എണ്ണമാണ്. സില്ലോജിസം 3 എണ്ണമാണ്. സില്ലോജിസം ഒക്കെ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം. വെൻ ഡയഗ്രം വരച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ലോസ് ഒക്കെ ആലോചിച്ച് കൃത്യമായി പഠിച്ച് തന്നെ ചെയ്യുക. പരീക്ഷാ ഹാളിലും അത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അനലോഗി അത് പ്രധാനമായിട്ടും 3 ചോദ്യമാണ് വരുന്നത്. ദെൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെ 4 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ ബ്ലഡ് റിലേഷന് തതുല്യമായിട്ടുള്ള വെയിറ്റേജ് ആണ് അതിന് വരുന്നത്. നെക്സ്റ്റ് ഈസ് ഓഡ് വൺ ഔട്ട് അത് ഒരെണ്ണമാണ് വരുന്നത്. അങ്ങനെ ഇവിടെ 30 വെയിറ്റേജ് ആണ് വരുന്നത്. ഈ 30 മാർക്ക് വളരെ ക്രൂഷ്യലാണ്. മനസ്സിലായല്ലോ. ഇതിലൊക്കെ മാക്സിമം സ്കോറുകൾ ചെയ്യാൻ ശ്രമിക്കേണ്ട മേഖലയാണ്. GS-ൽ നമുക്ക് സ്കോർ ചെയ്യുന്നതിന് പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ 30 മാർക്കിൽ 30 നേടിയാൽ മാത്രമേ നമുക്ക് ഒരു ഈസി വാക്ക് ഓവർ സാധ്യമാകത്തുള്ളൂ. 30, 60 മാർക്കും GK-യിൽ നിന്നൊരു സഫിഷ്യൻറ്റ് സ്കോറും ഉണ്ടെങ്കിലേ നമുക്കൊരു നല്ല ഈസി വാക്ക് ഓവർ സാധ്യമാകത്തുള്ളൂ. ഇനി അടുത്തത് ഹിസ്റ്ററിയാണ്. GK ആണ്, ജനറൽ അവയർനെസ് ആണ്. അതിൽ ഹിസ്റ്ററിയാണ് ആദ്യമായിട്ട് വരുന്നത്. ഹിസ്റ്ററിക്ക് 7 മാർക്കാണ്. ഏറ്റവും കൂടുതൽ GK ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഹിസ്റ്ററി. അതായത് സ്റ്റാറ്റിക് സബ്ജക്റ്റ്. ബാക്കിയൊക്കെ കറണ്ട് അഫേഴ്സ് ആണ് ഇതിൽ കൂടുതൽ വെയിറ്റേജ് വരുന്നത്. അത് 11 മാർക്ക് വരുന്നുണ്ട്. പക്ഷേ അതൊരു സ്റ്റാറ്റിക് സബ്ജക്റ്റ് അല്ല. ഹിസ്റ്ററി ഒരു സ്റ്റാറ്റിക് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റാറ്റിക് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി ചോദിക്കും. പ്രധാനമായിട്ടും ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അത് മോഡറേറ്റ് ലെവലിൽ തന്നെ ചോദ്യങ്ങൾ വരും. അത് ഏത് രീതിയിൽ മോഡറേറ്റ് ആണോ ഈസി ആണോ എന്നതൊക്കെ പഠനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ വരുന്നത്. നെക്സ്റ്റ് ജിയോഗ്രഫിയാണ്. അതിൽ നിന്ന് ഒറ്റ ചോദ്യമേ വരാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് ഈസി ആയിരിക്കാനാണ് സാധ്യത. ദെൻ നെക്സ്റ്റ് പോളിറ്റി ആണ്. അത് 2 ചോദ്യം വരും. അത് ഈസി ആയിരിക്കുമെന്ന് കരുതുന്നു. സ്റ്റാറ്റിക് ജി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഫാക്റ്റുകളാണ്. അത് 2 മാർക്കാണ് വരുന്നത്. അത് മോഡറേറ്റ് ലെവലായിരിക്കും. ദെൻ ബയോളജിയിൽ നിന്ന് 7 മാർക്ക്. സയൻസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു മേഖലയാണ് ഈ ഒരു ബയോളജി. അതിന് 7 മാർക്ക് വരുന്നുണ്ട്. ദെൻ കെമിസ്ട്രിയിൽ നിന്ന് 2 മാർക്ക്, ഫിസിക്സിൽ നിന്ന് 4 മാർക്ക്, ദെൻ കമ്പ്യൂട്ടർ സബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് 4 മാർക്ക്. ദെൻ കറണ്ട് അഫേഴ്സിൽ നിന്ന് 11 മാർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ വെയിറ്റേജ്. ഈ കറണ്ട് അഫേഴ്സ് വളരെ നന്നായിട്ട് നോക്കി തുടങ്ങേണ്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് നോക്കണം. പ്രത്യേകിച്ച് കറണ്ട് അഫേഴ്സ് മാഗസീൻസ് ഒക്കെ ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്നതായിരിക്കും. കാരണം ഈ കറണ്ട് അഫേഴ്സ് നമുക്ക് സ്റ്റാറ്റിക് അല്ല, അത് വളരെ ഡൈനാമിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടും. നമ്മൾ നോക്കി വെച്ചാൽ ഒരു 11 ഒരു 8 എണ്ണമെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തെല്ലാം മോഡറേറ്റ് അല്ലെങ്കിൽ ഈസി ഒരു പാറ്റേൺ ആണ് കാണുന്നത്. ഡിഫിക്കൽട്ടി എന്ന് പറയാനുള്ള ഒരു ലെവലിലേക്ക് എത്തുന്നില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ ഡിഫിക്കൽട്ടിയിലേക്ക് എത്തിയാൽ നമ്മൾ പറഞ്ഞുവല്ലോ എന്തുണ്ട്, നമുക്കൊരു അഡ്വാൻറ്റേജ് കിടപ്പുണ്ട്. എന്താണ്? നമുക്ക് സ്കെയിലിംഗ് വരും, നമ്മുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി ഉയരും എന്നുള്ളത് മറക്കേണ്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. ഇത്രയുമാണ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാം കൂടി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെയാണ് ഈ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഇത് CBT 1 ബന്ധപ്പെട്ടാണ് ഈ ഇത്രയും 100 മാർക്കിൻ്റെ കണ്ടന്റുകൾ തന്നത്. CBT 2 ഡിപ്പെൻഡ് അപ്പോണാണ്. ഏറെക്കുറെ ഇതുപോലെ തന്നെ വെയിറ്റേജ് മറിയും. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയാവുന്നതാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പഠിക്കാൻ ഇനി വൈകരുതെന്നുള്ള കാര്യമാണ്. RRB NTPCയുടെ കോഴ്സുകൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി വളരെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിലെ 11,500 വേക്കൻസികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും ചിലപ്പോൾ ഇപ്പം നിലവിലെ റെയിൽവേയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് വേക്കൻസികൾ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഇരട്ടിയിലേക്കൊക്കെ എത്തിയേക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ അവസരം ഒരിക്കലും വേസ്റ്റ് ആക്കി കളയരുത്. കൃത്യതയോടുകൂടി ഏറ്റവും സ്മാർട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് നിങ്ങൾ കോഴ്സ് സ്വന്തമാക്കുക. അതുകൊണ്ട് നിങ്ങൾക്കുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ജോലിയാണ്. റെയിൽവേ ഒരു മാസീവ് റിക്രൂട്ട്മെൻറ്റിൻ്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ജോലി നിങ്ങളുടെ കൈ എത്തും ദൂരത്തുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് എഫർട്ട് ഉള്ളത് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ഇത് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. കേരളത്തിൻ്റെ, ഇന്ത്യയുടെയും ലോകത്തിൻ്റെ ഏത് ഭാഗത്തിനും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ രണ്ടാമതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു സംശയവും ദൂരീകരിക്കുന്ന ഒരു ഓപ്പൺ വാട്സാപ്പ് പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ആൾക്കാരുമായിട്ട് നിങ്ങളുടെ മെൻറ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഈ മെൻറ്റേഴ്സ് അതിനുള്ള ആൻസേഴ്സും പ്രോബ്ലംസും എല്ലാം റീസോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ലൈവായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെപ്പറേറ്റ് സെക്ഷൻസുകളുണ്ട്. ഇവയെല്ലാം കൃത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്.
ഇതിലൂടെ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സീരീസുകളാണ്. നമ്മൾ ഏതൊരു മത്സര പരീക്ഷകളെയും നമ്മളെ ക്രാക്ക് ചെയ്യാൻ പ്രാപ്തനാകുന്ന ടെസ്റ്റ് സീരീസുകളാണ്. നിങ്ങൾ എത്രത്തോളം ടെസ്റ്റ് സീരീസുകൾ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ ശക്തരായിക്കൊണ്ടേയിരിക്കും. ഓരോ യുദ്ധത്തിലും പോരാളികൾ ശക്തരാകുന്ന പോലെ നിങ്ങളും ശക്തരായിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെസ്റ്റ് സീരീസുകളുണ്ട്. അതായത് മൊഡ്യൂൾഡ് ബേസ്ഡ് ടെസ്റ്റുകളുണ്ട്, അതിനുശേഷം മന്ത്ലി ടെസ്റ്റുകളുണ്ട്, ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളുണ്ട്, പിന്നെ മോഡൽ ടെസ്റ്റുകൾ നിരന്തരം പരീക്ഷയുടെ എക്സാമിൻ്റെ അതേ മാതൃകയിൽ നടക്കുന്ന മോഡൽ ടെസ്റ്റുകളുണ്ട്. ഇങ്ങനെയുള്ള നിരവധി എക്സാമുകളുടെ പാറ്റേണിലൂടെയാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് സ്വയം ഒരു പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഇൻറ്റൻസീവ് കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏറ്റവും സ്മാർട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ സ്മാർട്ടായി പഠിച്ച് നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്ക് എത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വൈകാതെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും ഗൂഗിൾ ഫോം ചെയ്യാം. ഇനി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാകും. ഇനി ഇതല്ല ഫില്ല് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.